ഫ്രണ്ട്സ്, വൈഗ ലൈഫിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പൂണത്ര അമ്പലത്തിലാണ്. പൂണത്രേശ്വരൻ്റെ അമ്പലം. ഇവിടെ ഞാൻ വന്നപ്പോൾ കുറേ മ്യൂറൽ പെയിൻറ്റിങ്സ് ആണ്. ഞാനാണെങ്കിൽ അത്ഭുതപ്പെട്ടു പോയി. ഇവിടെ ഞാൻ എത്തിയപ്പോൾ കുറേ ലൈവ് മ്യൂറൽ പെയിൻറ്റിങ്സ് ഉണ്ടായിരുന്നു. ഇവിടെ കുറേ ആർട്ടിസ്റ്റ് ഇവിടെ അത് ലൈവായിട്ട് മ്യൂറൽ പെയിൻറ് ചെയ്യായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ കുറേ കണ്ണൻ്റെയും രാധാകൃഷ്ണൻ്റെയും കുറേ പെയിൻറ്റിങ്സ്. ഇപ്പോൾ ചിലവർ വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് നിങ്ങളെയും കൂടി കാണിക്കട്ടെ ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾ കണ്ട് ആസ്വദിച്ചോളൂ. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ്. ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ. ഇവിടെ കൃഷ്ണനെ പറ്റിയിട്ട് മാത്രമുള്ള ഇന്നത്തെ ഒരു ദിവസം ഞങ്ങളിത് തിരഞ്ഞെടുക്കപ്പെട്ടത് ശ്രീകൃഷ്ണൻ്റെ ജയന്തി ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡും ഹേമോ ആർട്ട് ഗാലറിയും കൂടി ചേർന്നാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ 15ഓളം കലാകൃത്തുക്കൾ ഇവിടെ ചെയ്യുന്നുണ്ട്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് ഇവിടെ. ഒരു ദിവസം കൊണ്ട് 3 അടി പൊക്കവും 2 അടി വീതിയുമുള്ള ചിത്രങ്ങളാണ് ഇവിടെ ഇന്നൊരു ദിവസം കൊണ്ട് വൈകിട്ട് ഇതിൻ്റെ മിഴി തുറക്കൽ ചടങ്ങാണ് ഇത് വരച്ചു തീർക്കുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ 5-6 ദിവസങ്ങളെടുത്ത് തീർക്കുന്ന ചിത്രം ഇന്ന് ഒരു ദിവസം കൊണ്ട് ഇവിടെ ഇവർ ഇത് ചെയ്തു തീർക്കുന്നു. അത് ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഹേമോ ആർട്ട് ഗാലറിയുടെ 50ാമത്തെ ചിത്ര പ്രദർശനമാണ് ഇന്നിവിടെ നടക്കുന്നത്. അപ്പോൾ ക്ഷേത്രകലകൾ അന്യം നിന്നു പോകുന്ന ഒരു കാലഘട്ടമാണിത്. ചുമർ ചിത്രങ്ങൾ എന്ന് പറഞ്ഞത് കാണപ്പെടുന്നത് പലപ്പോഴും ക്ഷേത്രത്തിലെ ശ്രീകോവിലുകളിലും അതുപോലെ തന്നെ പഴയകാലത്ത് കൊട്ടാരങ്ങളിലും മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഇതിനെ ജനകീയമാക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോട് മാത്രമാണ് ഹേമോ ആർട്ട് ഗാലറിയിലെ ചിത്രകാരന്മാർ. ഹേമോ ആർട്ട് ഗാലറിയിൽ ഏകദേശം സംസ്ഥാനത്തൊട്ടാകെ 600 ചില്ലാൻ ആർട്ടിസ്റ്റുമാരുണ്ട്. അപ്പോൾ നമ്മൾ പ്രാദേശികമായി എല്ലാ സ്ഥലത്തും ഇതേപോലെ ക്യാമ്പും എക്സിബിഷനൊക്കെ സംഘടിപ്പിക്കുന്നു. ഇന്നൊരു ദിവസത്തെ എക്സിബിഷനാണ്. ഇവിടെ തത്സമയ ചിത്രരചനയും ചിത്ര പ്രദർശനവുമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ സാധാരണ ഇപ്പോൾ വൈകിട്ടാകുമ്പോൾ ഇവിടെ നിന്ന് ഒരുപാട് ഭക്തരും കലാപ്രേമികളും ഒക്കെ ഇവിടെ മൊത്തം നിറയും. അപ്പോൾ എല്ലാവർക്കും കണ്ട് ആസ്വദിക്കുവാനുള്ള ഒരവസരമാണിത്. ചിത്രം വരയ്ക്കുന്നുണ്ടോ? ആണോ? ചിത്രം ഇഷ്ടമാണോ? വരയ്ക്കുന്നതാണോ ഇഷ്ടമാണോ? അപ്പോൾ ഈ ചുമർ ചിത്ര കലകൾ, മ്യൂറൽ ചിത്രങ്ങൾ എന്താണെന്ന് നമുക്കറിയാമോ? അപ്പോൾ ചിത്രത്തെ പറ്റി പഠിക്കാം. ഇപ്പം എത്രയല്ലേ മോള് പഠിക്കണേ? 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പോൾ ചിത്രങ്ങളെ പറ്റി പഠിക്കാം. ഇത് ശരിക്കും ഈ ചിത്രങ്ങൾ വരയ്ക്കാം. മറ്റുള്ള ചിത്രങ്ങളിൽ നിന്ന് വ്യത്യാസം വരുന്നത് രേഖാചിത്രങ്ങളാണ് ഇതിന് കൂടുതൽ. രേഖീയവും അതേപോലെ ബിന്ദുജോ എന്ന് പറഞ്ഞ കുത്തുകൾ കൊണ്ടുണ്ടാക്കുന്ന ചിത്രങ്ങളാണ്. അപ്പോൾ അതിനെ മറ്റുള്ള ചിത്രങ്ങളിൽ നിന്ന് എപ്പോഴും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ മോൾക്കിത് മറ്റുള്ളവർക്ക് കാണുമ്പോൾ ഉള്ള ഒരു ആനന്ദവും മനസ്സിൽ ഉള്ളൊരു ആനന്ദവും അതേപോലെ തന്നെ വരയ്ക്കാൻ ഇഷ്ടവും തോന്നും. അപ്പോൾ ഈ കുട്ടികളിപ്പോൾ വരുന്ന കുട്ടികളെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹേമോ ആർട്ട് ഗാലറിയിൽ കുറേ ചിത്രകാരന്മാർ, പല പല ജോലികളുള്ള ചിത്രകാരന്മാരാണ് ഇവിടെ ഒരു ചിത്രം വരയ്ക്കുന്നത്. അപ്പോൾ മോളും പഠിച്ച് ചിത്രം വരയ്ക്കാൻ പഠിക്കുക, വരച്ച് വലുതാകാൻ പഠിക്കുക. അപ്പോൾ ഒട്ടനവധി എക്സിബിഷനും അതേപോലെ തന്നെ ക്യാമ്പുകളിലൊക്കെ പങ്കെടുക്കാം അല്ലേ?
അപ്പോൾ ഒട്ടനെ നല്ല ചിത്രങ്ങൾ കണ്ടാലാണ് നമുക്ക് ചിത്രം വരയ്ക്കാനുള്ള ഇത് ആഗ്രഹം വരുന്നത് അല്ലേ. അപ്പോൾ കാണണം, പഠിക്കണം, ഇന്ന് പോലും നന്നായിട്ട് വരയ്ക്കണം കേട്ടോ. നോക്ക് പ്രയാസമുണ്ട്. ഓക്കെ. അപ്പോൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ നമ്മൾ ചിത്രങ്ങളിലേക്ക് ഷെയ്ഡ് ചെയ്ത് നമ്മളിപ്പോൾ മൂക്കിൻ്റെ ഭാഗം പ്രൊജക്റ്റ് ചെയ്ത് വരിക, അതിന് വെള്ളം കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചിത്രങ്ങളെ ലൈറ്റ് ഷെയ്ഡ് ചെയ്യുന്ന തുടങ്ങി ഡാർക്കിലേക്ക് കൊണ്ടുവന്ന് വരുമ്പോഴാണ് അത് പ്രൊജക്റ്റ് ചെയ്ത് അങ്ങനെ വാഷ് ചെയ്ത് എടുക്കുന്നത്. പക്ഷേ മ്യൂറൽ ചിത്രങ്ങളിൽ കൂടുതലും ചെയ്യുന്നത് രേഖകൾ കൊണ്ട്, അതുപോലെ ബിന്ദുജം കുത്തുകൾ കൊണ്ടും നമ്മൾ കുത്തി എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ. പല കളറുകൾ കൊണ്ടും പല പെയിൻറ്റിങ്സ് ഇല്ലേ. അപ്പോൾ അതിന് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അക്രിലിക് പെയിൻറ്റാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അക്രിലിക് പെയിൻറ്റുകൾ കൊണ്ടാണ് നമ്മളിത് കൂടുതലും വരയ്ക്കുന്നത്. പണ്ടൊക്കെ വരച്ചുകൊണ്ടിരുന്നത് വെച്ചത് നമ്മൾ വരച്ചത് പ്രകൃതിദത്തമായ കളറുകൾ, ഈ പറഞ്ഞ കളറുകളെല്ലാം ഉണ്ടായിക്കൊണ്ടത്. ഇപ്പോൾ അത് കിട്ടുവാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും കൊണ്ടാണ് നമ്മളിപ്പോൾ എല്ലാ ഒരുമാതിരിയുള്ള ആർട്ടിസ്റ്റുമാരെല്ലാം ഇത് അക്രിലിക് കളർ കൊണ്ട് ചെയ്യുന്നത് എളുപ്പത്തിൽ. എത്ര മനോഹരമായിട്ടാണ് ഈ കലാകാരന്മാര് ഈ പിക്ചറൊക്കെ വരച്ചെടുക്കുന്നത്. നല്ല ഭംഗിയായിട്ടില്ലേ? ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ് എല്ലാം ചെയ്യണേ. അപ്പൊ താങ്ക് യു ഫ്രണ്ട്സ്. ബൈ ബൈ.